Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ വൺ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വൺ കാർഡിന്റെ റിവാർഡ് സിസ്റ്റത്തിന് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ജനുവരി 6 തൊട്ട് ഇവരുടെ വൺ കാർഡിന്റെ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വൺ കാർഡിന്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് ഓൾറെഡി വൺ കാർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വൺ കാർഡ്, ഫെഡറൽ ബാങ്കിന്റെ വൺ കാർഡ്, BOBയുടെ വൺ കാർഡ്, CSBയുടെ വൺ കാർഡ് എന്നിട്ട് കുറേ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു വൺ കാർഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം മിക്ക എല്ലാ ബാങ്കുകൾക്കും ആ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു വൺ കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യാൻ നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും വൺ കാർഡിൻ്റെ സൈഡിൽ നിന്ന്. അതായത് റിവാർഡ് പോയിന്റ് സിസ്റ്റം മാറുന്ന വേണ്ടിയിട്ട്, റിവാർഡ് പോയിന്റ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറുന്ന വേണ്ടിയിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ജനുവരി 6 തൊട്ടാണ് 2025 6 തൊട്ടാണ് ഇപ്പം മാറാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാറാൻ പോകുന്നത് നോക്കിയോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിലാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3ാമത്തെ ചാനൽ GSH പോലെ മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് 5x റിവാർഡ് പോയിന്റ് ഒരു സിസ്റ്റം പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇനി ടു ബി എലിജിബിൾ ഫോർ 5x റിവാർഡ് പോയിന്റ് യു നീഡ് ടു മേക്ക് എ പർച്ചേസ് ഇൻ അറ്റ്ലീസ്റ്റ് 3 കാറ്റഗറി. അതായത് ഇനി തൊട്ട് നമുക്ക് 5x റിവാർഡ് പോയിന്റ് കാറ്റഗറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാറ്റഗറിയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കണം. ഫർദർ കാറ്റഗറി വൈസ് സ്പെൻഡ് ഓഫ് മിനിമം 750 to 1 lakh. അതായത് ഒരു കാറ്റഗറിയിൽ 750 രൂപയെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഈ 5x റിവാർഡ് പോയിന്റ് കാറ്റഗറിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ് ക്യാൻ ബി ഏൺഡ് ഇൻ കാറ്റഗറി സച്ച് ആസ് എഡ്യൂക്കേഷൻ, ബിൽ ആൻഡ് യൂട്ടിലിറ്റീസ് ആൻഡ് ഇൻഷുറൻസ് ആസ് ഡിഫൈൻഡ് ബൈ MCC, അതായത് മർച്ചന്റ് കാറ്റഗറി കോഡ് ഫോർ അവർ നെറ്റ്വർക്ക് പാർട്ട്നേഴ്സ് ഓർ അതായത് ഇനി തൊട്ട് നമുക്ക് എഡ്യൂക്കേഷനിലും ബിൽ ആൻഡ് യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സിനും ഇൻഷുറൻസ് പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് ഇനി റിവാർഡ് പോയിന്റ് കിട്ടും. അത് അവരുടെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ MCC, അതായത് അവരുടെ കാറ്റഗറി കോഡ് അനുസരിച്ചിട്ട് നമുക്ക് ഇനി റിവാർഡ് പോയിന്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോർ ദീസ് കാറ്റഗറീസ് ഇഫ് എലിജിബിൾ ഫോർ 5x റിവാർഡ് ദ ഇൻക്രിമെന്റൽ റിവാർഡ് വിൽ ബി ഓൺലി ഓഫർഡ് സബ്ജക്ട് ടു അത് നമുക്ക് ആ 5x റിവാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ റിവാർഡ് പോയിന്റ് 25,000 രൂപ 25,000 പോയിന്റ്സിന്റെ മുകളിൽ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ മർച്ചന്റ് EMI വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ റിവാർഡ് പോയിന്റ്. അതായത് EMI നമുക്ക് ഇനി റിവാർഡ് പോയിന്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. മിസ്യൂസ് ഓഫ് റിവാർഡ് പ്രോഗ്രാം മേ ലീഡ് ടു ദ ക്യാൻസലേഷൻ ഓഫ് ദ റിവാർഡ് പോയിന്റ്. അതായത് നിങ്ങൾ റിവാർഡ് പോയിന്റ്സ് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിവാർഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ആമസോൺ കാർഡൊക്കെ ഉപയോഗിച്ച് കുറേ പേര് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആ റിവാർഡ് പോയിന്റ് ക്യാൻസലേഷൻ ചെയ്യുന്നത് മാത്രമല്ല ആ പോയിന്റ്സിന് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ നിന്ന് റിക്കവറി ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് എനി യൂസ്ഡ് റിവാർഡ് പോയിന്റ് മേ ബി റിക്കവേർഡ് ബൈ ആഡിങ് ദ കറസ്പോണ്ടിങ് എമൗണ്ട് ടു യുവർ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ആൻഡ് the right to reclassify the merchant category based on the transaction use. അതായത് നമുക്ക് അപ്പോൾ ആ മിസ്യൂസ് ചെയ്ത ആൾക്ക് ചിലപ്പോൾ നമ്മുടെ ആ റിവാർഡ് പോയിന്റ് കാറ്റഗറി നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് നമുക്ക് വന്നേക്കുന്നത് 4 ചേഞ്ചസ്, 4 കീ ഹൈലൈറ്റ്സ് ആണ് ഇപ്പോൾ പണം വന്നേക്കുന്നത്. ഫുള്ളി റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിലാണ് വന്നേക്കുന്നത്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, എൻ്റെ കയ്യിലുള്ളത് വൺ കാർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അതാണ് ഇപ്പോൾ ഈ മെസ്സേജ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ബാക്കി ബാങ്കിൻ്റെ വൺ കാർഡ് ഉപയോഗിക്കും മിക്കതും ഈ സെയിം സംഭവം തന്നെ വന്നിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇവരുടെ റിവാർഡ് പോയിന്റ് കാറ്റഗറിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അപ്പോൾ അതും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചേഞ്ചസ് വന്നേക്കുന്നത് നമ്മുടെ 5x റിവാർഡ് കാറ്റഗറിയിലാണ്. അപ്പോൾ ഞാനത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് 5x റിവാർഡ് പോയിന്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആപ്പിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒന്ന് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കട്ടെ. നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ബാങ്ക് ആപ്പുകളൊക്കെ ഉണ്ടോ അപ്ഡേറ്റ്, ബാങ്ക് ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മറക്കണ്ട. റിവാർഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും റിവാർഡ് പോയിന്റ് കാറ്റഗറിയിൽ. ഞാൻ ഇതൊന്നും കുറയ്ക്കാം. റിവാർഡ് പോയിന്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു 5x കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു വരുന്നുണ്ട്. 5x മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരാറില്ലേ, ആ സംഭവത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 സ്പെൻഡ് ഓൺ 3 കാറ്റഗറി ടു അൺലോക്ക് 5x പോയിന്റ്സ് ഓൺ ടോപ്പ് 2 കാറ്റഗറീസ്. അതിപ്പോൾ ഇതങ്ങനെ വരും. അപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അതായത് സെയിം സാധനം തന്നെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അത് ഏതെങ്കിലും ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഇപ്പോൾ ഫ്യൂവൽ സ്പെൻഡ്, ഡൈനിങ്, പിന്നെ ഷോപ്പിംഗ്, അങ്ങനെ 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 റിവാർഡ് പോയിന്റ് കിട്ടും. അതാണ് അവർ പറയുന്നത് 3 കാറ്റഗറി എന്നിട്ട്. അപ്പോൾ കാറ്റഗറി എന്തെന്ന് മനസ്സിലാവാത്തവർ പറയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്താൽ ഒന്നുമില്ല, ചേഞ്ചസ് ഒന്നും പറയാനില്ല, ചെറിയ ചേഞ്ചസ് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് വൺ കാർഡിൽ വന്നിരിക്കുന്ന മെയിൻ ചേഞ്ചസ്. അപ്പോൾ വൺ കാർഡ് ഉപയോഗിക്കുന്നവർ അവരുടെ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പ്രോഗ്രാമും ബൈ.